നമസ്കാരം. A4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SI അടക്കം 3 പോലീസുകാരെയും സഹോദരനെയും കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. മറ്റത്തൂർ ഇത്തുപാടത്ത് കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 17-കാരി മരിച്ചു. അതിരപ്പള്ളി വാച്ചുമരത്ത് കാട്ടാനക്കൂട്ടം വിനോദസഞ്ചാരികളുടെ വാഹനം തകർത്തു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ചിമ്മിനി വന്യജീവി സങ്കേത ചിത്രങ്ങൾ. വനം വന്യജീവി വാരാഘോഷത്തിന് ആരംഭം. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന വന്യ 2025 എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തൃശൂരിൽ തുടക്കമായി. തലമണിക്കര ചാത്തനായ്ക്കൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തൽ നടന്നു. വാർത്തകൾ വിശദമായി. SI അടക്കം 3 പോലീസുകാരെയും സഹോദരനെയും കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഉപ്പയെയും ഉമ്മയെയും സഹോദരനെയും കത്തിവീശി ഉപദ്രവിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത പ്രതിയിൽ നിന്നും വീട്ടുകാരെ രക്ഷിച്ചതിലുള്ള വിരോധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച ചാവക്കാട് ബേബി റോഡിലുള്ള ചക്കര വീട്ടിൽ നിസാർ അമീർ എന്നയാളെയാണ് ചാവക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് അതിസാഹസികമായി പിടികൂടിയത്. വീട്ടുകാരെ രക്ഷിച്ചതിലുള്ള വിരോധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച പ്രതിയുടെ ആക്രമണത്തിൽ സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, സിവിൽ പോലീസ് ഓഫീസർ ടി അരുൺ എന്നിവർക്കും പരിക്കേറ്റു. ചാവക്കാട് ബേബി റോഡിലുള്ള ഒരു വീട്ടിൽ ഒരാൾ വീട്ടുകാരെ കത്തിവീശി ഉപദ്രവിക്കുന്നു എന്ന് സ്റ്റേഷനിലേക്ക് വിവരം ലഭിക്കുകയായിരുന്നു. വിവരം ലഭിച്ച ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ശരത് സോമനും സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, റോബിൻസൺ എന്നിവരുമൊത്ത് വീട്ടിലെത്തുകയും കത്തിയുമായി വീട്ടുകാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്ന പ്രതിയെ നാട്ടുകാരും ചേർന്ന് വളരെ ശ്രമകരമായി കീഴടക്കി. പ്രതിയുടെ ഉപ്പ അമീർ, ഉമ്മ ഫാത്തിമ, സഹോദരൻ ഫെമീർ എന്നിവരെ രക്ഷിക്കുകയുമായിരുന്നു. അക്രമത്തിൽ ഇൻസ്പെക്ടർ വിമലിന് പരിക്കും സിവിൽ പോലീസ് ഓഫീസർ അരുണിന്റെ വിരലിന്റെ അസ്ഥി ഒടിയുകയും ചെയ്തിരുന്നു. സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത്, അനീഷ്, പ്രദീപ്, ശിവപ്രസാദ്, റോബിൻസൺ, ഹരികൃഷ്ണൻ എന്നിവരും നാട്ടുകാരായ സുബൈർ, ഷഹ്വാൻ എന്നിവരും ചേർന്നാണ് പ്രതിയെ കീഴടക്കിയത്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. അപകടത്തിൽ ടിപ്പർ ലോറി ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് വരന്തരപ്പള്ളിയിലേക്ക് വന്നിരുന്ന ഭുവനേശ്വരി അമ്മ ബസ്സിൽ എതിരെ വന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. ടിപ്പർ ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ ടിപ്പർ ലോറിയുടെ മുൻഭാഗം തകർന്നു. വരന്തരപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മറ്റത്തൂർ ഇത്തുപാടത്ത് കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 17-കാരി മരിച്ചു. ഇത്തുപാടം കരിയാത്ത വീട്ടിൽ ഷാജിയുടെ മകൾ നിരഞ്ജനയാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് ഇത്തുപാടം ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം. ട്യൂഷന് പോകാൻ ബസ് കാത്തുനിൽക്കുന്നതിനിടെ എതിർ ദിശയിൽ നിന്ന് നിയന്ത്രണം വിട്ടുവന്ന കാറാണ് ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ നിരഞ്ജന തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. അപകടത്തിനിടയായ കാർ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പെരിഞ്ഞനം സ്വദേശിയുടേതാണ് കാർ എന്ന് പോലീസ് പറഞ്ഞു. അജീഷയാണ് നിരഞ്ജനയുടെ അമ്മ. സഹോദരി നീലാഞ്ജന. അതിരപ്പള്ളി വാച്ചുമരത്ത് കാട്ടാനക്കൂട്ടം വിനോദസഞ്ചാരികളുടെ വാഹനം തകർത്തു. തകരാറിലായതിനെ തുടർന്ന് നിർത്തിയിട്ട കാറാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. വാഹനം തകരാറിലായതോടെ അങ്കമാലി സ്വദേശികൾ മറ്റൊരു കാറിൽ യാത്ര തുടർന്നിരുന്നു. വാഹനത്തിന്റെ തകരാർ പരിഹരിക്കാനെത്തിയവരാണ് കാട്ടാനക്കൂട്ടം കാർ തകർത്ത നിലയിൽ കണ്ടത്. എടുത്തിട്ടുണ്ട്.
പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ചിമ്മിനി വന്യജീവി സങ്കേത ചിത്രങ്ങൾ വനം വന്യജീവി വാരാഘോഷത്തിന് ആരംഭം. റെയിൽവേ സ്റ്റേഷനിലെ 2ാം പ്ലാറ്റ്ഫോമിലെ ചുവരിൽ ചിമ്മിനി വന്യജീവി സങ്കേതത്തിന്റെ ചുമർ ചിത്രങ്ങൾ വരച്ച് PG ഡിവിഷന്റെ വനം വന്യജീവി വാരാഘോഷത്തിന് തുടക്കമായി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, തലക്കാട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്, വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലെ NSS വിദ്യാർത്ഥികൾ ചിത്രകാരൻ ഡേവിസ് വരന്തരപ്പിള്ളിയുടെ നേതൃത്വത്തിൽ വിവിധ വന്യജീവി സംരക്ഷണം സന്ദേശമാകുന്ന ചിത്രങ്ങളാണ് വരച്ചത്. KK രാമചന്ദ്രൻ MLA ചിത്രം വരച്ച് വാരാഘോഷത്തിന് തുടക്കം കുറിച്ചു. PG വന്യജീവി വകുപ്പ് ഡിവിഷൻ വാർഡൻ VN രഞ്ജിത്ത്, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, ഗ്രാമപഞ്ചായത്ത് അംഗം CP സജീവൻ, തൃശൂർ ട്രാഫിക് ഇൻസ്പെക്ടർ പോൾ മനേഷ് NJ, സ്റ്റേഷൻ സൂപ്രണ്ട് KK അനന്തലക്ഷ്മി, ചിമ്മിനി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വാർഡൻ മുഹമ്മദ് റാഫി, ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അരുൺ ലോഹിതാക്ഷൻ, ട്രഷറർ V വിജിൻ വേണു, വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ രഞ്ജിത്ത് ER, തേജസ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ വിപിൻ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന വന്യ 2025 എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തൃശൂരിൽ തുടക്കമായി. അക്രിലിക് മാധ്യമത്തിൽ ഒരുക്കിയ ആദ്യ വൈൽഡ് ലൈഫ് ഫോട്ടോ പ്രദർശനം എന്ന പ്രത്യേകതയും വന്യയ്ക്കുണ്ട്. പുല്ലും പുൽച്ചാടിയും തുടങ്ങി സിംഹവും സിംഹവാലനും വരെ പതിഞ്ഞ ക്യാമറ കണ്ണുകളുടെ നേർചിത്രങ്ങൾ വന്യതയുടെ ഗർജനങ്ങളിലും ഭയരഹിതരായി കാടറിഞ്ഞ് കണ്ണിമ വെട്ടാതെ ഒറ്റ ക്ലിക്കിൽ പതിഞ്ഞ മനോഹര ചിത്രങ്ങൾ, പച്ചപ്പും നൈർമല്യതയും നിറഞ്ഞ പ്രകൃതിയും ശാന്തസുന്ദരമായ വനവും വന്യജീവികളും ഫോട്ടോകളിലൂടെ കൺമുന്നിൽ കഥ പറയുകയാണ് ഇവിടെ. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയായ ഗ്രീൻ ബാരിയേഴ്സ് ആണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻപും ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ള കൂട്ടായ്മ ഇക്കുറി പരീക്ഷണം കണക്കെ തെരഞ്ഞെടുത്ത അക്രിലിക് മാധ്യമം ചിത്രങ്ങൾക്ക് കൂടുതൽ ചാരുത നൽകുന്നു. വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം തൃശൂർ ഡിവിഷന്റെ സഹകരണത്തോടെ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ച പ്രദർശനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ വാരിയേഴ്സ് ഗ്രൂപ്പ് അഡ്മിൻ മധുസൂദനൻ, ജോയിന്റ് സെക്രട്ടറി സൂരജ് പണിക്കർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തലമണിക്കര ചാത്തനായ്ക്കൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് ചിറാട്ട് ബാലകൃഷ്ണൻ നായരുടെ കാർമ്മികത്വത്തിൽ എഴുത്തിനിരുത്തൽ നടന്നു. തുടർന്ന് സരസ്വതി പൂജയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 60 രൂപ കുറഞ്ഞു. ഗ്രാമിന് 10,820 രൂപ, പവന് 86,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SI അടക്കം 3 പോലീസുകാരെയും സഹോദരനെയും കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. മറ്റത്തൂർ ഇത്തുപാടത്ത് കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 17-കാരി മരിച്ചു.
അതിരപ്പള്ളി വാച്ചുമരത്ത് കാട്ടാനക്കൂട്ടം വിനോദസഞ്ചാരികളുടെ വാഹനം തകർത്തു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ചിമ്മിനി വന്യജീവി സങ്കേത ചിത്രങ്ങൾ. വനം വന്യജീവി വാരാഘോഷത്തിന് ആരംഭം. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന വന്യ 2025 എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തൃശൂരിൽ തുടക്കമായി. തലമണിക്കര ചാത്തനായ്ക്കൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തൽ നടന്നു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും A4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.